നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ CBSEയുടെ ബോർഡ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ട്രിഗണോമെട്രിയുടെ കുറച്ച് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് കൂടെ ഈ ട്രിഗണോമെട്രിയിൽ നിന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് കോസ് റൈസ് ടു 4x മൈനസ് സൈൻ റൈസ് ടു 4x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഈക്വൽ ടു കോട്ട് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സീക്ക് എക്സ് ഇൻറ്റു കോസിക് എക്സ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പതിവ് പോലെ LHS ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണോ അത് എഴുതാം. കോസ് റൈസ് ടു 4x മൈനസ് സൈൻ റൈസ് ടു 4x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ്. ഇതിൽ ആദ്യം ന്യൂമറേറ്ററിലെ ഈ കോസ് റൈസ് ടു 4x അതിനെ കോസ് സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അതുപോലെ മൈനസ് സൈൻ റൈസ് ടു 4xനെയും സൈൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഡിനോമിനേറ്ററിൽ 1 മൈനസ് ടാൻ എക്സിന് പകരം സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്നും എഴുതാം. ഇനി നോക്കൂ, കോസ് സ്ക്വയർ എക്സിന് പകരം എ എന്നും സൈൻ സ്ക്വയർ എക്സിന് പകരം ബി എന്നും നമ്മൾ അസ്യൂം ചെയ്താൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഓൾജിബ്രിക് ഐഡൻറ്റിറ്റി ഏതാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതിനെങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും: ഈക്വൽ ടു എ പ്ലസ് ബി മീൻസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്, അതാണ് എ പ്ലസ് ബി, ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഈ ഐഡൻറ്റിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്തത്. ഡിനോമിനേറ്റർ ഇവിടെ LCM എടുത്ത് സിംപ്ലിഫിക്കേഷൻ, മറ്റേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്തിട്ടേ കോസ് എക്സ് ആണ് LCM. ഈ കോസ് എക്സ് കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് നമ്മുടെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്. ഇത് വീണ്ടും ഇതേ ഐഡൻറ്റിറ്റി വന്നു അല്ലേ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സിന് വരെ 1 ഇൻറ്റു ഇതിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതായത് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്റർ ആണെങ്കിൽ ഇതിനെ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം അല്ലേ, അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട്. ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്നാണ്. അപ്പോൾ അവിടെ ഒരു ടേം കട്ട് ചെയ്ത് പോകുമല്ലോ, കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് കട്ട് ചെയ്ത് പോയി. ഇനി ന്യൂമറേറ്റർ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്, അതും ആദ്യം നമുക്ക് എഴുതാം. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ക്ലിയർ? ഇനി നോക്കൂ, നമുക്ക് കിട്ടേണ്ടത് കോട്ട് എക്സ് പ്ലസ് 1 ആണ് ന്യൂമറേറ്ററിൽ വരേണ്ടത്. ഡിനോമിനേറ്ററിലാണെങ്കിൽ സീക്ക് എക്സ് ഇൻറ്റു കോസീക്ക് എക്സ് ആണ്. ഈ ടേം കോട്ട് എക്സ് പ്ലസ് 1 വരികയും ചെയ്യണം. കോട്ട് എക്സ് പ്ലസ് 1 വരണമെങ്കിൽ കോസ് ബൈ സൈൻ എന്ന് പറയുന്ന കോട്ട് തന്നെയല്ലേ. അതുകൊണ്ട് ഇതിനെ 1 ബൈ സൈൻ എക്സ് എന്ന് വന്നാൽ അത് കോട്ട് എക്സ് ആവും. ഈ 1 ബൈ സൈൻ എക്സ് വെറുതെ അങ്ങനെ എഴുതാൻ പറ്റില്ല. ഒരു സൈൻ എക്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യണം. അപ്പോൾ ഇവിടെ മൊത്തം ഒരു സൈൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതേപോലെ ഒരു സൈൻ എക്സ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈയും ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ്, സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ്, അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതിന് ഈക്വൽ ടു കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. മനസ്സിലായല്ലോ അല്ലേ? സൈൻ എക്സ് ഡിവൈഡ് ചെയ്തു, അതുപോലെ ഒരെണ്ണം മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതൊരു ബ്രാക്കറ്റിനകത്തും കൊടുക്കാം. ഇൻറ്റു ഇവിടെ ഈ കോസ് എക്സിനെയും സൈൻ എക്സിനെയും റെസിപ്രോക്കൽസ് ആക്കി എഴുതാൻ പറ്റും. റെസിപ്രോക്കൽസ് ആക്കി എഴുതണമെങ്കിൽ ഏതിൻ്റെ റെസിപ്രോക്കലാണ്? കോസ് എക്സ് സീക്ക് എക്സിൻ്റെ. അപ്പോൾ 1 ബൈ സീക്ക് എക്സ് എന്ന് കോസ് എക്സിന് പകരം എഴുതാമല്ലോ. അതുപോലെ സൈൻ എക്സ് ഏതിൻ്റെ റെസിപ്രോക്കലാണ്? കൊസീക്ക് എക്സിൻ്റെ. അപ്പോൾ 1 ബൈ കൊസീക്ക് എക്സ് എന്ന് ഇതിനെയും എഴുതാം. നമുക്ക് കിട്ടേണ്ടതിൻ്റെ ഒരു പാർട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. ഡിനോമിനേറ്റർ സീക്ക് എക്സ് ഇൻറ്റു കോസീക്ക് എക്സ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ സൈൻ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ കോസ് എക്സ് ബൈ സൈൻ എക്സ് ആരാണെന്ന് അറിയാമല്ലോ, കോട്ടെക്സ്. അത് ഇവിടെ ഇങ്ങോട്ട് എഴുതാം കേട്ടോ. വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ കോട്ടെക്സ് എന്ന് വരും. കോട്ട് എക്സ് പ്ലസ് 1 അല്ലേ, സൈൻ എക്സ് കട്ട് ചെയ്ത് പോയിട്ട്. പിന്നെ 1 ബൈ സീക്ക് എക്സും 1 ബൈ കോസീക്ക് എക്സും, അതിനെ ഇൻറ്റു 1 ബൈ സീക്ക് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ്. അത് തന്നെയാണ് ന്യൂമറേറ്റർ കോട്ട് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സീക്ക് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് എന്ന് എഴുതുന്നത്. ഓക്കെ,
അപ്പോൾ ഇത് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ലാസ്റ്റിൽ ഹെൻസ് ദ പ്രൂഫ് എന്നുകൂടെ എഴുതി കൺക്ലൂഡ് ചെയ്യണം. മനസ്സിലായി കാണുമല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് tan theta divided by 1 minus cot theta plus cot theta divided by 1 minus tan theta equal to 1 plus tan theta plus cot theta. ഓക്കെ, അപ്പോൾ ആദ്യം LHS ഈക്വൽ ടു അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് എഴുതി. ഇനി ഈ tan theta അതുപോലെ തന്നെ കിടന്നോട്ടെ. നമുക്ക് ഈ cot theta വരുന്ന ഭാഗങ്ങളിലെല്ലാം 1 by tan theta കൊടുക്കാം. 1 by tan theta ഈക്വൽ ടു cot theta അല്ലേ, റെസിപ്രോക്കൽസ്. പ്ലസ് അടുത്തത് ഇവിടെയും അതുപോലെ തന്നെ 1 by tan theta എന്ന് എഴുതി ഡിനോമിനേറ്റർ 1 minus tan theta, അത് മാറ്റണ്ട. ഓക്കെ, കാരണം 1 by tan theta ഈക്വൽ ടു cot theta എന്നുള്ള റിസൾട്ട് ഉണ്ട്, റെസിപ്രോക്കലാണ്. ഇനി ഇവിടെ LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യണം. LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നത് tan theta തന്നെയാണ് LCM അല്ലേ. ന്യൂമറേറ്റർ tan theta എന്നുള്ളതുകൊണ്ട് ഡിനോമിനേറ്ററിൽ ഇവിടെ tan theta LCM എടുത്താൽ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ tan theta minus 1 എന്ന് കിട്ടും. ഇനി പ്ലസ് ഈ 1 by tan theta ഡിവൈഡഡ് ബൈ ഇത്. അപ്പോൾ 1 by tan theta എന്ന് എഴുതിയിട്ട് ഇൻറ്റു 1 by 1 minus tan theta, 1 by 1 minus tan theta. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇതിൻ്റെ റെസിപ്രോക്കലുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് റൂള്. ഇതുപോലെ ഇതിൻ്റെ ഈ ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ അത് tan theta ആണ്, അത് ന്യൂമറേറ്ററിൽ പോകും. അപ്പോൾ ഇത് എന്ത് വരും? tan square theta divided by tan theta minus 1. ക്ലിയർ? ഇവിടെ ഒരു tan theta minus 1 ആണ്, പക്ഷെ അവിടെ എന്താണ് നടക്കുന്നത്? 1 minus tan theta. അതിനെയും കൂടെ tan theta minus 1 എന്നാക്കണമെങ്കിൽ 1 divided by tan, ഇത് എക്സ് അല്ല തീറ്റയാണ്, tan theta ഇൻറ്റു മൈനസ് കോമൺ എടുത്താൽ മതി. അപ്പോൾ tan theta minus 1 എന്ന് വരും അല്ലേ? ഇനി നോക്കൂ, ഈ നെഗറ്റീവ് ഇതിൻ്റെ കൂടെ ചേർന്ന് നെഗറ്റീവ് വരും. എന്നിട്ട് ഇവിടെ LCM എടുത്ത് സിംപ്ലിഫിക്കേഷൻ. LCM എടുത്ത് സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ചെയ്യാം. അതല്ലെങ്കിൽ tan theta minus 1 കോമൺ ആയിട്ട് എടുത്തിട്ട് ചെയ്യാം. 1 by tan theta minus 1 അത് ഞാൻ ചെയ്യുന്നു. 1 by tan theta minus 1 കോമൺ എടുത്ത ശേഷം ഇൻറ്റു ഇവിടെ ഇനി എന്താണുള്ളത്? ബ്രാക്കറ്റിനകത്ത് tan square theta അല്ലേ, പിന്നെ മൈനസ് 1 by ഇവിടെ tan theta എന്ന് മാത്രമേ വരുള്ളൂ. ഇവിടെ ഈ മൈനസ് വന്നത് മനസ്സിലായല്ലോ, ഈ മൈനസും ഈ പ്ലസും കൂടെ ചേർന്നാണ് ആ മൈനസ് ഇവിടെ ഇടയ്ക്ക് വന്നത്. ഇനി ഒന്ന് LCM എടുക്കുക. ഇതിനകത്ത് LCM എടുക്കാം. ഇതിപ്പോൾ tan theta minus 1 അങ്ങനെ കിടന്നോട്ടെ. ഇതിനകത്ത് LCM എടുക്കുമ്പോൾ ഏതായാലും ഇവിടെ എഴുതാം. നോക്കൂ, ഈക്വൽ ടു 1 by tan theta minus 1 അങ്ങനെ തന്നെ കിടന്നോട്ടെ. അത് നമ്മൾ കോമൺ എടുത്തതാണ്. ഇവിടെ രണ്ടിടത്തും കണ്ടോ tan theta minus 1 ഇവിടെയുണ്ട് ഇവിടെയുണ്ട്, അത് കോമൺ എടുത്തതാണ്. ഇനി ഇവിടെ LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇൻറ്റു tan theta ആണ് LCM. അപ്പോൾ ഡിനോമിനേറ്റർ tan theta എന്ന് എഴുതാം. ഈ tan theta കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ tan cube theta. അപ്പോൾ ഇവിടെ tan cube theta പിന്നെ ഒരു -1 കൂടെ ഉണ്ട് അവിടെ അല്ലേ, -1. ഇനി ന്യൂമറേറ്ററിലെ ഇത് A³ - B³ എന്നുള്ള ഫോമല്ലേ, വേണമെങ്കിൽ ഒന്ന് റീറൈറ്റ് ചെയ്യാം. tan theta minus 1 ഇൻറ്റു tan theta ഡിനോമിനേറ്റർ, ന്യൂമറേറ്ററിനെ tan cube theta minus 1 cube. അപ്പോൾ A³ - B³. A³ - B³ ഐഡൻറ്റിറ്റി അറിയാമല്ലോ അല്ലേ, ഫാക്ടറൈസ്ഡ് ഫോമിലുള്ള ഐഡൻറ്റിറ്റി. A³ - B³ ഈക്വൽ ടു A minus B ഇൻറ്റു A² പ്ലസ് AB പ്ലസ് B². ഇങ്ങനെയാണ് ഫാക്ടറൈസ്ഡ് ഫോമിൽ A³ - B³ ഐഡൻറ്റിറ്റി വരുന്നത്. അപ്പോൾ ഇത് എയും ഇത് ബിയും, A minus B എന്ന് എഴുതുമ്പോൾ എന്തെഴുതും? tan theta minus 1 ഇൻറ്റു A² പ്ലസ് AB പ്ലസ് B². അപ്പോൾ A² എന്ന് പറയുമ്പോൾ tan square theta പ്ലസ് tan theta എന്ന് വരും അല്ലേ. tan theta ഇൻറ്റു 1 tan theta പ്ലസ് B², അത് 1² ആണ്, 1 ഡിവൈഡഡ് ബൈ ഈ tan theta minus 1ഉം ഇൻറ്റു tan thetaയും ഡിനോമിനേറ്ററിലുണ്ട്. ഈ tan theta minus 1 tan theta minus 1 ക്യാൻസൽ ചെയ്തില്ലേ. ഇനി ഈ tan theta കൊണ്ട് ഓരോ ടൈംസിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. ഒന്ന് ചെയ്ത് നോക്കാം. ഈക്വൽ ടു ഇത് ഇവിടെ യൂസ് ചെയ്ത ഐഡൻറ്റിറ്റിയാണ്, സൈഡിൽ എഴുതേണ്ടതാണ്. അപ്പോൾ ഈ tan square thetaയെ tan theta കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതൊരു ടൈം. അടുത്ത് tan theta ഡിവൈഡഡ് ബൈ tan theta പ്ലസ് tan theta ഡിവൈഡഡ് ബൈ tan theta, അത് അടുത്ത ടൈം. പ്ലസ് 1 ഡിവൈഡഡ് ബൈ tan theta. ഇവിടെ ഈ tan theta ഡിവൈഡഡ് ബൈ tan theta കട്ട് ചെയ്ത് പോകുമല്ലോ, അവിടെ 1 കിട്ടും. ആ 1 ആണല്ലോ നമുക്ക് ആദ്യം എഴുതേണ്ടത്. 1 പ്ലസ്
ടാൻ തീറ്റ ഒരെണ്ണവും സ്ക്വയറിൽ ഒരെണ്ണം ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ അവിടെ ഇനി ഒരു ടാൻ തീറ്റ അതും എഴുതി പ്ലസ് 1/tan തീറ്റ ആരാണ്? കോട്ട് തീറ്റ. അപ്പോൾ ഇവിടെ കോട്ട് തീറ്റ എന്ന് വരും. ഇത് തന്നെയല്ലേ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടേണ്ടത്. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് ഈക്വൽ ടു RHS എന്ന് എഴുതാം. RHS എന്ന് എഴുതിയിട്ട് ലാസ്റ്റ് ഒരു സെൻറ്റൻസ് എഴുതാറുണ്ടല്ലോ കൺക്ലൂഡ് ചെയ്യാൻ. ഹെൻസ് ദ പ്രൂഫ് എന്നൂടെ എഴുതി അത് കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അടുത്തിന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് sin 3x + 30 = √3/2 then find the value of 5x + 10. അവിടെ സൈനോ കോസോ ഇല്ല, 5x + 10ൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇതിനെ ആദ്യം sin 3x + 30 = √3/2 എന്ന് എഴുതാം. എന്നിട്ട് അറിയാവുന്ന കാര്യമെന്ന് പറഞ്ഞത് ഈ √3/2 സൈനിൻ്റെ ഏത് വാല്യൂവിനാണ്? sin 60യുടെ വാല്യൂ അല്ലേ √3/2. അപ്പോൾ ഇതിനെ വീണ്ടും നമുക്ക് റീറൈറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. sin of 3x + 30 = √3/2ന് പകരം sin 60 എന്ന് എഴുതാം. നമ്മളിനി ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടല്ലോ, രണ്ട് സൈഡിലുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സെയിം ആണ് എങ്കിൽ നമുക്ക് ആംഗിൾസിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇംപ്ലൈസ് കൊടുത്തിട്ട് ഏതൊക്കെ ഈക്വൽ ആയിരിക്കും? 3x + 30 = 60. ഓക്കെ, ഇതിൽ നിന്ന് 3x = 60 - 30 അല്ലേ? ഇതിനെ സാധാരണ ഈക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അങ്ങ് സോൾവ് ചെയ്താൽ മതി, ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ. ഇപ്പോൾ x = 60 - 30 30 അല്ലേ? 30 / 3. ഓക്കെ, ഇത് രണ്ടും കട്ട് ചെയ്യുന്നു, 10 എന്ന് കിട്ടുന്നു. അങ്ങനെ എക്സിൻ്റെ വാല്യൂ 10. ക്ലിയർ? ഇനി നമുക്ക് 5x + 10ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 5x + 10 = 5 × 10 + 10. 5 × 10 50. 50 + 10 എത്രയാണ്? 60. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടെ ഈ ചാപ്റ്ററിനകത്തുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.